അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു 1.25 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. മല്ലി, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ആവശ്യത്തിനുള്ള ഉണക്കമുളക്, കുറച്ച് ജീരകം, ഒരിത്തിരി ഉലുവ, ഒരു 4-5 മണി കുരുമുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത്തിരി നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിതാ വെണ്ടയ്ക്ക ഒന്ന് വാടാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഒരു സവോളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തോന്നുന്നു ക്രഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണുള്ളത് അങ്ങനെ എടുക്കാം. പിന്നെ ഇതവിടെ ഞാൻ കുറച്ച് മുരിങ്ങക്കായ, കൊത്തവര, എന്താ പറയുക, ചൊരങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണോ പച്ചക്കറി ഉള്ളത് അതൊക്കെ എടുക്കാം. 1-2 ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാനത് എടുത്തും ഒക്കെ കഷ്ണമാക്കിയതിന് ശേഷമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഇടുമോ എന്ന്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. പിന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിലൊരു ഉരുളക്കിഴങ്ങൊക്കെ ഇടാം കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എടുക്കാം കേട്ടോ. ഇതിന് ഞാൻ കയ്പ്പയ്ക്ക് ഇടാറില്ല. ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്ക് ആവശ്യം നോക്കി എടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും ഉള്ളിയും വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോന്നുന്നു കോരി മാറ്റിട്ട് കേട്ടോ. അപ്പോൾ കോരി മാറ്റി ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 സ്പൂണോളം. അപ്പം അതിലോട്ട് ഞാൻ ഈ എടുത്ത് വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് പോരാ. മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിലോട്ട് തന്നെ ഈ വെളുത്തുള്ളിയും അതുപോലെ ഈ ചുമന്നുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ചിരവി വെച്ച തേങ്ങ, ഞാനൊരു 1/2 മുറി തേങ്ങയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൽ. നിങ്ങൾ അത്രയും കഷ്ണത്തിന് അത്രയും തേങ്ങ മതി എനിക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതി കേട്ടോ. ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ തേങ്ങ ഇവിടെ ഒരു ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു ഇത്തിരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കട്ടിക്കായുവാണെങ്കിൽ അത് സെപ്പറേറ്റ് എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കണേ. പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൽ ചേർത്തതാണ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാമ്പാറിന് കുറച്ച് പുളി ആവശ്യമുണ്ട്. ഞാൻ കുക്കറിൽ അപ്പോൾ ഒരു 2 കൈപ്പിടി അളവിൽ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം കേട്ടോ.
നമ്മളുടെ കഷ്ണം ഇവിടെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക് ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുക്കാ വേവായിട്ടുണ്ട്. നമുക്കിതിലോട്ട് പരിപ്പ് വേവിച്ചതും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരു 1.5 കൈപ്പിടിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പുളി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യം നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടി ചേർത്താൽ മതി കേട്ടോ. നിങ്ങളുടെ പുളിപ്പിനനുസരിച്ചുള്ളത് ചേർത്താൽ മതി. ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇത്രയും കഷ്ണത്തിന് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കഷ്ണം കൂടുതലുണ്ടെങ്കിൽ തേങ്ങ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണേ. അപ്പോൾ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് ആ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ചും കൂടെ വേണം കേട്ടോ. ഉപ്പ് എനിക്ക് പോരായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്തോളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ സാമ്പാർ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഞാൻ മൺചട്ടിയിലായതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്താലും മൺചട്ടി ആകുമ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നമുക്കിതൊന്ന് എന്നിട്ട് കടുകും കൂടി ഒന്ന് വറുത്ത് ഇടാം. കടുക് പൊട്ടിച്ചിടാം. കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ലേശം പുളിയുടെ മണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങയിൽ കുറച്ചിട്ട് കൊടുത്തു. കുറച്ചും കൂടി ഇപ്പോൾ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്ക് ബൈ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.